ഇങ്ങനെ ദിവസവും ക്ലാസ് കട്ട് ചെയ്ത് വരുന്നത് അപ്പൂപ്പനെങ്ങാനും അറിഞ്ഞാൽ? പിന്നെ മൂപ്പിൽ സ്നേഹ നോക്കാനല്ലേ നേരം. ഇരിക്കെ. കൊള്ളാം. നമ്മുടെ റൊമാൻസ് വളർന്ന് വളർന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് വരെയായോ? ഒരു കുഴപ്പമില്ല. ആരും ഇപ്പൊ ഇതുവഴി വരാൻ പോണില്ല. ആ കൈ കാണിക്ക്. ആ കൈ കാണിക്ക്. ഇതാണ് ലൈഫ് ലൈൻ, ആയുർരേഖ. ഹസ്തരേഖ ശാസ്ത്രമൊക്കെ ആര് പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചതല്ല, ഞാൻ സ്വയം പഠിച്ചതാ. ഈ രേഖ പ്രകാരം ശോഭ 102 വയസ്സ് വരെ ജീവിച്ചിരിക്കും. 102 വയസ്സോ? ഇതാ ഇത് ലവ് ലൈൻ. ഈ പ്രേമരേഖ പ്രകാരമാണ് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്രേമരേഖയോ? അങ്ങനെ ഒരു രേഖയെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എന്നാ ഇപ്പൊ കേട്ടോളൂ. അയ്യോ, ഈ രേഖയ്ക്ക് ഒരു കുഴപ്പമുണ്ടല്ലോ. എന്താണ്? ഈ രേഖ അനുസരിച്ച് ശോഭ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കാൻ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല എന്ന്. Hey, can't you believe? പെൺകുട്ടികളായാലും ഇതുപോലെ സ്മാർട്ട് ആയിരിക്കണം. ഐ ലൈക്ക് ഇറ്റ്. എന്നെ മനസ്സിലായില്ല അല്ലേ? എന്റെ പേര് സതീഷൻ. ശോഭ എനിക്കറിയാം. ഇനി വന്ന കാര്യം പറയാം. വിദ്യാഭ്യാസമുള്ള കുട്ടിയായതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ സെൻസ് ശോഭയ്ക്ക് എളുപ്പം മനസ്സിലാവും. പിന്നെ ഈ പീക്കിരി പിള്ളേരെ മാതിരി പ്രേമം ഒന്നും പറഞ്ഞു നടക്കാൻ എനിക്കറിയില്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. ശോഭ എനിക്കിഷ്ടമാണ്. ഞാൻ ശോഭയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ശോഭയ്ക്ക് ഷോക്കായി പോയല്ലേ? ഐ ആം വെരി സീരിയസ്. ശോഭയുടെ അപ്പൂപ്പനാണല്ലേ? അപ്പൂപ്പനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഞാൻ വന്നത്. ബാ, അങ്ങോട്ട് ഇരുന്ന് സംസാരിക്കാം. ബാ അപ്പൂപ്പ. ആരോരുമില്ലാത്തൊരു അനാഥനാണ് ഞാൻ. ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നു. കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ശോഭ എനിക്ക് വിവാഹം കഴിച്ചു തരണം. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അതിന് അവളുടെ വിവാഹം വേണ്ട. അങ്ങനെ ഉടനെ ഒരു തീരുമാനം എടുക്കണ്ട. ഞാൻ പോയിട്ട് പിന്നീട് വരാം. ഞാൻ വരട്ടെ. ഞാൻ പോയെന്ന് ശോഭയോട് പറഞ്ഞേക്കണേ അപ്പൂപ്പ. ഞാൻ വരട്ടെ. ഹലോ, ഐ എം സതീഷ്. ഹലോ, എന്റെ പേര് രാജു. എനിക്കറിയാം. രാജു എന്നെ ഒന്ന് സഹായിക്കണം. ഞാനോ? അതെ, രാജു ഇപ്പൊ കാത്തു നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, ശോഭ. ഞാനും ശോഭയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ചു. വിവാഹം? നോ ഇന്ററപ്ഷൻസ്. ഞാൻ പറയുന്ന മുഴുവനും കേൾക്കൂ. അതുകൊണ്ട് ഇനി ശോഭയെ കാണാൻ ശ്രമിക്കരുത്. ആദ്യം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റിൽ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതിന് കഴിയാതെ വന്നാൽ വേണ്ട. അതിന്റെ ഒന്നും ആവശ്യം രാജു വരുത്തിയില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഞാൻ വരട്ടെ. അല്ല, നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പയ്യൻ വഴിതെറ്റണ്ടെന്ന് കരുതി പറഞ്ഞതാ. ആ പെണ്ണിന്റെ വീട്ടുകാർ നിങ്ങളുടെ സ്വത്തിൽ ഭ്രമിച്ചിരിക്കുക. നിങ്ങൾ എന്നെ അറിയിച്ചത് നന്നായി. The rest I will manage. Okay? Thank you. രാജു, രാജു. കുഞ്ഞു പുറത്തേക്ക് പോയിരിക്കും. എന്റെ അച്ഛൻ നമ്മുടെ വിവാഹത്തിന് സമ്മതിക്കുന്ന വിശ്വാസം എനിക്കില്ല. ഓരോ ദിവസം കഴിയും തോറും ശോഭയ്ക്ക് വേണ്ടി പുതിയ സ്ഥാനാർത്ഥികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരി രാജു, പക്ഷേ എല്ലാരും എതിർത്തുകൊണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടുള്ള വിവാഹം അടുത്ത ജന്മത്തിലാകാം.
ഇതിപ്പോ ഞാൻ പറഞ്ഞ ഒറ്റ പോംവഴിയേ ഉള്ളൂ, രജിസ്റ്റർ മാരേജ്. പക്ഷെ അതിനൊരു ചെറിയ തടസ്സമുണ്ട്. 3 മാസം കൂടെ കഴിഞ്ഞ് രജിസ്റ്റർ വിവാഹം കഴിക്കാനുള്ള പ്രായം ശോഭയ്ക്ക് തികയും. അതിനവൻ ചന്ദ്രൻ ചേട്ടൻ വരും. മുട്ടേന്ന് വിരിയുമ്പേ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചാ ഇങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന ആള് വയസ്സിനായിരിക്കും. ആ 3 മാസം കൂടി നമ്മുടെ ഈ ബന്ധം രഹസ്യമായി സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞാ പിന്നെ ആരെ പേടിക്കണം? ആരെങ്കിലും ആ ഞാൻ പല സ്ഥലത്തും തിരക്കി. ഒടുവിൽ എനിക്ക് തോന്നി ഇവിടെ തന്നെ കാണുമെന്ന്. ആ പ്രിയപ്പെട്ട വരാല്ലേ. അല്ല രാജു, അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ വീണ്ടും വീണ്ടും കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബാഡ്. അത്രമാത്രം ടോളറേറ്റ് ചെയ്യാനുള്ള ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഐ എം വെരി സെന്റിമെന്റൽ ആൻഡ് വെരി സെൻസിറ്റീവ്. ആ പിന്നെ എന്റെയും ശോഭയുടെയും കാര്യത്തിൽ ഇനി മുഹൂർത്തം നിശ്ചയിക്കേണ്ട കാര്യം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനി ശോഭയെ കാണാൻ ശ്രമിക്കരുത്. ഞാനാണ് ശോഭയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഐ ആം ഗോയിങ് ടു മാരി ഹർ. ദാറ്റ്സ് ഗുഡ്. അല്ല രാജു, അപ്പോൾ എനിക്കതൊരു പ്രോബ്ലം ആവും, പിന്നെ രാജുവിന് അതൊരു പ്രോബ്ലം ആവും, പിന്നെ എല്ലാവർക്കും പ്രോബ്ലം ആവും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി വെക്കണോ? അല്ല, ഒരു തീരുമാനമാകാതെ പോയാൽ എങ്ങനെ? എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. നിന്റെ തീരുമാനം നീ പറഞ്ഞു കഴിഞ്ഞല്ലടാ. നീ ശോഭ വിവാഹം കഴിക്കും. കഴിക്കും 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 കഴിക്കോ? കഴിക്കും കഴിക്കോ? കഴിക്കും. നീ കഴിക്കുമല്ലടാ. ശോഭയെ തന്നെ കല്യാണം കഴിക്കുമല്ലടാ.
ഈ സാഹചര്യത്തിൽ ഞാനിവിടെ നിന്നാൽ കുഴപ്പമാവും. പോലീസ് കേസ് ചാർജ് ചെയ്യും. തൽക്കാലം ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. അപ്പൊ ഞാൻ നീ സമാധാനമായിരിക്കും. താമസിയാതെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാം. അത് പറ്റില്ല രാജു. ചന്ദ്രൻ ചേട്ടൻ വന്നാലുടൻ എന്റെ കല്യാണം നടത്തുമെന്ന് അപ്പൂപ്പൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വേണ്ട രാജു, നമുക്ക് ഒരുമിച്ച് പോകാം. എങ്കിലും ഇല്ല, ഞാൻ കൂടെ വരും. ശരി, എങ്കിൽ please, can you manage one, sir? Sorry, very sorry, sir. Anyway, thanks. ഇതെന്താ, ഇവിടെ ഒരു ലോഡ്ജിലെ റൂമില്ലല്ലോ. അയ്യോ, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. ഞാനൊരു മണ്ടൻ തന്നെ. കാര്യം എന്താ? നമ്മൾ രണ്ടുപേരും ഈ വേഷത്തിൽ കയറി ചെന്നാൽ ആരെങ്കിലും റൂം തരൂ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? കുഴപ്പം എന്താണെന്നോ? ഇപ്പൊ നമ്മളെ കണ്ട കല്യാണം കഴിച്ചവരാണെന്ന് ആരെങ്കിലും പറയുമോ? കല്യാണം കഴിഞ്ഞവർക്കേ ഹോട്ടൽ റൂം കിട്ടൂ? അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ വാ, വഴിയുണ്ടാക്കാം. ഇതാ. എന്തിന്? അങ്ങോട്ട് പോ. ഞാൻ ഡ്രസ് മാറ്റട്ടെ. പോ, അങ്ങോട്ട് പോ. సరితా
മലയാളിയാണല്ലേ? അതെ. ഒരു ഉപകാരം ചെയ്യണം. ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഇവിടെ കുടുങ്ങിപ്പോയി. നാട്ടിൽ പോകാൻ എന്തെങ്കിലും തന്ന് സഹായിക്കണം. ദാ. அப்படியா? ரொம்ப சந்தோஷம். அதுக்கப்புறம் சொல்லுங்க. நீங்க தான் சொல்லணும். காட்டேஜா எத்தனை வேணும்? ரெண்டா இருக்க. காட்டேஜ் இல்லைன்னா கூடி உங்களுக்கு எப்படியாவது அட்ஜஸ்ட் பண்ணி கொடுக்குறேன். நீங்க வந்து நம்ம ரெகுலர் கஸ்டமர் ஆச்சே. ரைட் சார். ஓகே சார். என்ன ഞങ്ങൾക്ക് നിങ്ങൾ ഒരു റൂം തന്നാൽ വളരെ ഉപകാരമായിരുന്നു. കൂടുതൽ വിഷമിക്കണമെന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഒരു കോട്ടേജ് വേണമായിരുന്നു. ഇത് എന്റെ ഭാര്യ. അത് ശരി. ഇവിടെ കോട്ടയൊന്നും ഒഴിവില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ഒരു 3 മാസത്തേക്കെങ്കിലും ചെരുപ്പെടുത്തി തരണം. 3 മാസത്തേക്ക് മതിയല്ലേ? ആ, ഒരു കോട്ടേജ് ഒഴിവുണ്ട്. പക്ഷെ അതിന് ഡബിൾ വാടക തരണം. വാടക എത്രയായാലും കുഴപ്പമില്ല. കുഴപ്പമില്ലേ? ഇല്ല. എന്നാ വാ, റൂം കാണിച്ചു തരാം. നമ്മുടെ പേരെന്താ? എന്റെ പേര് ഹമീദ്. പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണ്ട. റൂം ബോയ്സിനെ വിളിച്ചാൽ മതി. ഞാൻ ഇവിടുത്തെ മാനേജറാ. ഭാര്യയും ഭർത്താവും ആണോ? കണ്ടിട്ട് തോന്നുന്നില്ല. കണ്ടുപിടിച്ചോളാം. പൊന്നുമോളെ. എന്താ ഇത്? എന്താ പറഞ്ഞത്? കുറച്ച് കൂടുന്നുണ്ട്. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നത് ഉത്തമയായ ഒരു ഭാര്യയുടെ കടമയാണ്. അല്ല, എന്തോ പറഞ്ഞല്ലോ, ഒന്നുകൂടി കേൾക്കട്ടെ. സോറി, ഇത്തരം മഹത് വചനങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്നാണ് പ്രമാണം. പറയണ്ട, ഉള്ളിലിരിപ്പ് മനസ്സിലായി. അതൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് പോരെ. കല്യാണ കാര്യത്തെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് വിഷമിക്കണ്ട. അതേതായാലും നടക്കാൻ പോണ കാര്യമാണല്ലോ. പിന്നെ ഇവിടെ ഇപ്പോ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതായത് സാധാരണ ആളുകൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കുന്നു. നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് കല്യാണം ആഘോഷിക്കുന്നു. മിടുക്കൻ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതൊന്ന് പിടിക്ക്. എന്തിനാ? പിടിക്ക്. എന്തിനാ? ഒന്ന് പിടിക്ക്, പറയാം. എങ്ങോട്ടാ? വാ, പറയാം. ഇന്നു മുതൽ ഇത് രാജുവിന്റെ ബെഡ്, അതെന്റെ ബെഡ്. 3 മാസത്തേക്ക്. അവർ വിവാഹം കഴിച്ചതായിരിക്കാം, അല്ലായിരിക്കാം. അതിന് നീ എന്തിനാണ് കിടന്ന് പിടയ്ക്കുന്നത്? നിനക്ക് ശമ്പളം കിട്ടിയാ പോരെ? പോരാ. ആ കുട്ടീനെ കണ്ടാൽ തന്നെ അറിയാം ഓളൊരു പാവാണെന്ന്. പണക്കാരൻ പയ്യന്മാർ ഇവിടെ തട്ടിക്കൊണ്ടുവരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കഥയൊക്കെ നിനക്കറിയാമല്ലോ. എങ്കിൽ പിന്നെ നീ അവർക്ക് മുറി കൊടുത്തത് എന്തിന്? ഞാൻ മുറി കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും മുറി കൊടുക്കും. ആ കുട്ടീനെ കണ്ടപ്പോ തന്നെ എന്തോ വല്ലാത്ത മമത തോന്നി. അബീതെ, നമ്മളൊന്നും വിചാരിച്ച ഈ ലോകം നന്നാവാൻ പോകുന്നില്ല. അത് വേറെ കാര്യം. ഏതായാലും 2 ദിവസത്തിനകം അവർ കല്യാണം കഴിച്ചവരാണോ അല്ലേന്ന് ഞാൻ കണ്ടുപിടിക്കും. അഥവാ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ആ പയ്യൻ വന്നിരിക്കുന്നതെന്ന് വെച്ചു. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവളുടെ വീട്ടുകാരെ ആളയച്ച് വരുത്തും. ഏതായാലും ഓള് വല്ല ചോന്ന തെരുവിൽ എത്തിപ്പെടാതെ നോക്കാൻ എനിക്ക് കഴിയും. എന്റെ പെങ്ങളുടെ ഗതി മറ്റാർക്കും വരാൻ പാടില്ല ജോണി. ആ മാനേജർക്ക് നമ്മൾ വിവാഹിതരല്ലെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് തോന്നുന്നു. ഏയ്, അങ്ങേർക്ക് സംശയമൊന്നുമില്ല. ഇല്ലല്ലോ, എന്നാ രക്ഷപ്പെട്ടു. അങ്ങനെയുള്ള സംശയത്തിനൊന്നും നീടെ കൊടുക്കരുത്. ഞാനോ? അതെ, ഞാനിത്തിരി മുട്ടിയൊരുമയൊക്കെ പെരുമാറുമ്പോ നാണിച്ചു മാറരുത്. ഇതെല്ലാം പരിചയമുണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് ഇതാ ഇതാ ഞാനിങ്ങനെ. അതൊക്കെ അങ്ങ് മനസ്സിലിരിക്കട്ടെ. ഇത്രയും നാള് ക്ഷമിച്ചില്ലേ? ഇനി ഒരു 27 ദിവസം കൂടി ക്ഷമിച്ചൂടെ? അമ്പടി കേമി, നീയും എന്നെ പോലെ ദിവസങ്ങൾ എണ്ണുന്നുണ്ടല്ലേ? ഇന്നേക്ക് 28ാം ദിവസം നീ മിസ്സിസ് ശോഭ മേനോൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. നമുക്ക് എവിടേക്കാ പോകേണ്ടത്? കാശ്മീർ, സിംല, പാരീസ്, ന്യൂയോർക്ക്. ഉവ്വ്. ഇപ്പൊ എടുത്തിട്ടുള്ള കാശ് തന്നെ തീരാറായി. അപ്പോഴാണ് ഒരു ന്യൂയോർക്ക്. കാശിന്റെ കാര്യത്തിനെ പറ്റി നീ ഒട്ടും വിഷമിക്കണ്ട. എന്റെ മോക്ക് എവിടെ പോണെന്ന് പറഞ്ഞാൽ മതി. എനിക്കെങ്ങും പോണ്ട. എന്നും ഇങ്ങനെ രാജുവിനോടൊപ്പം. പറയൂ, കേക്കട്ടെ.
രാജുവിനോടൊപ്പം ബാക്കി പറയുന്നില്ല. എന്നാലോ എന്തും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ശ്ശോ, കല്യാണം കഴിയുന്നത് വരെ കൈയും കാലും കെട്ടിയിടേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദാ നോക്കൂ രാജു, നമുക്ക് ഒരേപോലെ ബോട്ടിൽ കയറി സവാരി നടത്താം. പോകാം. ഇതാണോ വലിയ കാര്യം? ബോട്ടെന്നല്ല, ഏത് വാഹനത്തിലാണ് മോക്ക് സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഐ വിൽ ടേക്ക് യു എനിവേ.